എന്തോടാ എന്തുവാ? തുമ്പ വെട്ടണം. അത് ഇവിടെ അല്ല, അങ്ങ് പൊന്നാനിയിലാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോണം. മുടിയുടെ തുമ്പ വെട്ടണം വേണ്ടത്. നീ എന്നിട്ട് ഒന്ന് ആദരിച്ചോട്ടെ, പൊന്നാടയിട്ട്. ഇതിന് ആദരിക്കാന്ന് പറഞ്ഞത് ആദരിക്കുന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതെന്നെ തോന്നുന്നത് സാധാരണ വെള്ളയിട്ടാണല്ലോ ആദരിക്കുന്നത്. അതെ, ഈ കട തുടങ്ങിയപ്പം വെള്ളയായിരുന്നു. പിന്നെ ഈ ആൾക്കാരെ ചോര വീണ് 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 ഇതങ്ങ് ചുവന്നു പോയതാണ്. നീ മേടിക്കണ്ട, കൈപ്പണി മതി, കത്തിപ്പണി വേണ്ട കേട്ടോ. അതെ അതെ അതെ. എടാ, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചോടാ. എന്തുവാ? നിന്റെ വീട്ടിൽ ആരും സംസാരിക്കത്തില്ലേ വാ തുറന്ന്? നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, നീ അവിടെ ഉണ്ടോ? അപ്പം ഒരു മൂളല് മാത്രം. വാ തുറന്നൊന്നെങ്കിൽ പറയണം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. നിന്റെ അമ്മയോട് ചോദിച്ചു സുഖമാണോ? അപ്പൊ നിന്റെ അമ്മ ഒരൊറ്റ മൂളല്. അനിയത്തി അതേപോലെ തന്നെ പഠിത്തമൊക്കെ നടക്കുന്നുണ്ടോ? നിനക്ക് അങ്ങനെ ശീലം അങ്ങനെ ഉണ്ടോ? മനസ്സിലായി, അങ്ങനെ ഫീൽ ചെയ്യുന്നു. ആരോട് പറയാനതൊക്കെ തുടങ്ങാണ്ടെന്നോ? കണക്കായി പോയി അങ്ങനെ തന്നെ വേണം. എന്തോ ചെയ്യടാ? മന്ത്രിയുടെ വീട്ടിൽ കള്ളൻ കയറി. വന്നു വന്നപ്പോ കള്ളന്മാർക്കും വർഗസ്നേഹവും ഇല്ലാതായല്ലോ. കംപ്ലൈന്റ് അല്ലേ? കംപ്ലൈന്റ് ആണല്ലേ അത്? വന്ന് കയറി അങ്ങ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അത് പുതിയ സാധനമാണ് മേടിച്ചു വെച്ചത്. എന്താ കംപ്ലൈന്റ്? പുതിയ സാധനം ഒന്നും അല്ലാതെ അത് കംപ്ലൈന്റ് ആണ്. എല്ലാ ബാർബർ ഷോപ്പിലും ഈ സംഭവം വർക്ക് ചെയ്യണം. ഇവിടെ മാത്രമാണ് ഈ സാധനം വർക്ക് ചെയ്യാത്തുള്ളൂ. ഇത് പുതിയ സാധനമാണ്. പുതിയ സാധനം വെള്ളം ചീറ്റണ്ടേ? വെള്ളമൊക്കെ ചീറ്റ്. നീ ചുമ്മാ നീ ഇതെടുത്ത് പിടിച്ച് കംപ്ലൈന്റ് നോക്കി അടക്കുകയാണ്. നീ വല്ല കടയിലും ചെന്ന് പറയടാ ഇത് വെള്ളം ചീറ്റേണ്ട സാധനം വരുന്നുണ്ട്. കംപ്ലൈന്റ് ഇത് കംപ്ലൈന്റ് ഒന്നുമല്ല, ഇത് പുതിയ സാധനമാണ്. അങ്ങനെ 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 കറക്റ്റായിട്ട് ചെയ്യണം. നീ തന്നെ പറഞ്ഞോണം കേട്ടോ. വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാത്തുള്ളൂ. വർക്ക് ചെയ്തല്ലോ. ഓക്കെ, മുമ്പത്തേനൊക്കെ പവർ ഉണ്ടല്ലോ. ഇപ്പൊ നല്ല പവർ ഉണ്ടായിരുന്നു. അതാണ്. എടുക്കട്ട് മോനെ മോനെ മോനെ. എന്നെ ഇട്ട് തപ്പണ വെള്ളം കളഞ്ഞു പോയത് മസാജാടാ. മസാജ് ചെയ്ത്. പിന്നെ ഞാൻ കഴിച്ചു നോക്കട്ടെ. ഈ സണ്ണി ലിയോൺ ഈ 14-ാം തീയതി കൊച്ചി വരുന്നുണ്ടോ? 14-ാം തീയതി വരുന്നുണ്ട്. ഞാനൊരു ടെന്റ് അടിച്ചേക്കാം അവിടെ. 2 ദിവസം നേരത്തെ പോയി കിടക്കുന്നു. പിടിച്ചു കാണുന്ന എനിക്ക് അറിയാം. നീ ആരാ ഷക്കീലൊക്കെ വരുന്നുണ്ടോ? ഇപ്പൊ ഷക്കീല വന്നിട്ടില്ല ഇവിടെ. പക്ഷെ രേഷ്മയൊക്കെ ഭയങ്കര എല്ലാം പഠിച്ചു വെച്ചേക്കാ. കുഞ്ഞമ്മയുടെ മക്കളെ പോലെ എല്ലാം കാണാൻ പറഞ്ഞ പേര്. സിന്ധുവിനെ എനിക്ക് ഇഷ്ടം. സിന്ധുവിനെയാണ് ഈഗോ ഇല്ല അവർക്ക്. അവരുടെയൊക്കെ കാലം ഭയങ്കര കാലമായിരുന്നു. അതാണ്, അവരുടെയൊക്കെ കാലം വീണ്ടും വരണം അല്ലടാ. മറിയൊക്കെ അല്ല, ഞാനൊരു കാര്യം പറ്റേ, നിങ്ങൾ ഈ മുടി വെട്ടനായിട്ടൊക്കെ ഇവരുടെയൊക്കെ കാര്യം ചോദിക്കണെന്തിനാ? ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോ നിന്റെ മുടി വരെ എഴുന്നേറ്റ് നിൽക്കൂല. അപ്പൊ വെട്ട് ഞാൻ ഈ കിടന്ന് കറങ്ങുന്ന അല്ലാതെ ഇതെന്താ ഇതെന്നാ നിങ്ങൾ മേസ്ത്രി പണിക്ക് പോകണ്ടോ? ഇല്ലല്ലോ. എടാ, ഇതെന്ന് പറഞ്ഞാലേ ഇപ്പൊ ഒരേ പയ്യന്മാര് വരുമ്പോ ഒരേ സ്റ്റൈലല്ലേ കൃതാബ്. വീതുളി വേണ്ടവന് വീതുളി ഈ ടൈപ്പിലെ കൊണ്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ മൊനവിളി ഉള്ള കൃതാബ് നിനക്ക് ഏതാന്ന് വെച്ചാൽ ഞാൻ ഷേപ്പ് ഒന്നും വേണ്ട. ഷേപ്പ് മാറും. ഇവനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഫിംഗർ കട്ട് ഇഷ്ടല്ലേ? ഫിംഗർ കട്ട് ചെയ്താ മതി. അതാ. പിന്നെ കല്യാണം എന്തായി? കല്യാണം ഒന്നും പറയാണ്ടിരിക്കുക. സഹോദരിയുടെ കല്യാണം എന്തായി? സഹോദരന്റെ കല്യാണം മുടങ്ങിയിരിക്കുമല്ലേ? ജോലിയൊന്നും ആയില്ല കൊച്ചിനല്ലേ? ശുഭാദോഷം ഉണ്ടോടാ? അല്ല, അച്ഛന് സുഖമല്ലേ? സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതാണ് ആൾക്കാർ ബംഗാളിയുടെ കടയിൽ പോയിരുന്നു വെട്ടണത്. അവരാകുമ്പോ ഒന്നും ചോദിക്കൂലല്ലോ. മലയാളിയുടെ കടയിൽ വന്നാ അച്ഛൻ പറ്റോ അമ്മ പറ്റോ ഈ ചോദ്യം തന്നെയാണ്. ആവശ്യമില്ലാത്ത ചോദ്യം കൂടി ചോദിക്കും. അല്ലടാ, ഞാനല്ല ഈ ചോദ്യങ്ങളല്ലാതെ ഞാൻ എന്തോ ചോദിക്കാനാ? എന്തോ ചോദിക്കണല്ലോ. നിങ്ങള് നിങ്ങൾ ചുമ്മാ എന്താണ് ഒരു നിങ്ങളുടെ വായിന്ന് ഒരു നല്ലൊരു തമാശ എന്തോന്ന് നിങ്ങളുടെ വായിന്ന് കേട്ടിട്ടില്ല? തമാശ?
എടാ നമുക്ക് ഈ തമാശ പറച്ചിലും കാര്യങ്ങളൊന്നും ഉള്ളി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോ തമാശ പറയാനല്ലോ, നമ്മൾ ജോലി ചെയ്യാനല്ലേ അറിയോ അതൊക്കെ ഒരു ബിസിനസ് സ്നേക്കാണ്. എന്താ ബിസിനസ്? മറ്റേ ഗോപാലിന്റെ കടയിലൊക്കെ ഉണ്ടല്ലോ, നിന്ന് അവര് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക, പിന്നെ അവരുടെ തമാശ ചെയ്യാൻ വേണ്ടി കടയിലേക്ക് ആൾക്കാർ കയറിച്ചില്ലല്ലേ. എന്താടാ നമുക്ക് അങ്ങനെ ഈ തമാശ പറച്ചിലൊന്നും വലിയ ഇഷ്ടമല്ലാത്ത കേസ്. തമാശ പറയണം. ഏതെങ്കിലും ഒരു തമാശ നീ പറഞ്ഞോ, നീ പറഞ്ഞോ മുടി വിട്ട് കടയിൽ പറയാൻ പറ്റുന്ന ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടോ? മറ്റേ ബാർബറാന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി അതൊക്കെ നല്ല കിട്ടുന്ന സാധനമുണ്ട്. ഏതാണ് പറ? ഈ കത്തിയും കടാരിയൊക്കെ തലേന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ചിരിച്ച എന്റെ തലേ കയറും. പറയാതെ കേട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം. അണ്ണൻ വെറും വയറ്റില് എത്ര ഇഡ്ഡലി കഴിക്കും? വെറും വയറ്റി ഞാൻ ഒരു 5 എണ്ണം കഴിക്കും. ഇത് എങ്ങനെ കഴിക്കണം, വിധം എങ്ങനെയാ? ആദ്യം ഒരെണ്ണം കഴിക്കും, പിന്നെ ഒരെണ്ണം കഴിക്കും, പിന്നെ ഒരെണ്ണം കഴിക്കും, അങ്ങനെ 5 എണ്ണം കഴിക്കും. എവിടെ തമാശ? തമാശ എവിടെ? ഒരെണ്ണം കഴിച്ചാ പിന്നെ വെറും പയറാവോ?